അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയേക്കാട്ടാ. കറി വെക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു സാധനം പൊട്ടിച്ചിട്ട് ഒരു കറി വെക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കണത് നല്ല ഇഷ്ടമാണ്. ഞാൻ ഓന്തായിരുന്നു നേരത്തെ മേരിക്ക് ചട വന്നത്. നേരത്തെ പേടിച്ചു കിട്ടാ ശബ്ദം കേട്ടപ്പോൾ. അപ്പം നമുക്ക് അത് കറി ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും തോരനാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനിന്ന് വേറൊരു ടൈപ്പിൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കത് പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. ഓന്തും പേടിച്ചു, നമ്മളും പേടിച്ചു. അതാ നിനക്ക് വീണെടുക്കണേക്ക് പാടിയിട്ട് ഇത് പൊട്ടിച്ചാലോ? കോരങ്ങന്മാർ പൊട്ടിച്ചിരുന്നതാന്ന് എനിക്ക് തോന്നണം കേട്ടോ. നമുക്കത് പൊട്ടിക്കാം. കത്തി എടുക്കണമായിരുന്നു. അയ്യോ പൊട്ടുന്നില്ല. കത്തി വേണതാ ഉണ്ണിയെ, അല്ലെങ്കിൽ അവിടെ നിന്നാ പോരിക. കത്തി എടുത്തിട്ട് വരാം കേട്ടാ. അപ്പം ഞാൻ കത്തി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ കത്തി വേണം എന്നുള്ള ബോധം ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച് ഓടിച്ചാൽ കിട്ടുന്നു. അപ്പം നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് കറി ഉണ്ടാക്കാം. നിങ്ങൾക്ക് വല്ലതും ഉണ്ട് അതിൻ്റെ മുകളിലില്ലല്ലോ? ഒക്കെ ഇടിച്ചൊക്കെയാണ്. ഈ മഴക്കാലത്തൊക്കെ ആവും വലുതായി വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളം കയറിയിട്ട് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ പോവാം. ഇതിൻ്റെ മുളഞ്ഞ് വീണ് പോട്ടെ കേട്ടോ. ഒരെല്ലാം വെച്ചിട്ട് വെക്കാം നമുക്കപ്പോൾ. അത് ഇതിലേക്ക് ഒറ്റി വീണ് പോയിക്കോളും. അല്ലെങ്കിൽ ആ കല്ലിലൊക്കെ മുളഞ്ഞിട്ട് കാലിന്മേൽ പിന്നെ ഒട്ടുകളൊക്കെ ഒട്ടുമ്പോൾ ചെക്കൻ കാണണ്ട. ചെക്കൻ കണ്ടാൽ അത് മുഴുവനും അകത്തൊക്കെ കാക്കും കയ്യുമൊക്കെ ആക്കിയിട്ട്. അപ്പം നമുക്ക് ഇത് വെട്ടി നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചക്ക നന്നാക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഇത് തേക്കണം കേട്ടോ, അല്ലെങ്കിൽ നിറച്ചും കറിയാവും. അപ്പോൾ അത് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്കിത് വെട്ടാം. നമുക്കിത് കറിക്ക് പകുതി മതി കേട്ടോ. ഞാനൊരു ചകിരീൻ്റെ ചോറ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് കളയാം. ചകിരി ചോറ് കൊണ്ട് കളയുമ്പോൾ പിന്നെ അത് ഇങ്ങോട്ട് പെട്ടെന്ന് പോയി കിട്ടും. നമുക്ക് ഈ മുളഞ്ഞ് വെച്ചിട്ടേ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. പണ്ടത്തെ മൈലാഞ്ചി ഇടുന്ന ഒരു ഐഡിയ അറിയോ? ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് ഇത് ഈ മൈലാഞ്ചി വെച്ചിട്ട് കയ്യിൽ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല വെള്ളം പോലെ ഇങ്ങനെ ഒരു ഒട്ടണ പരുവത്തിലാവും. അത് വെച്ചിട്ട് കയ്യിൽ ഡിസൈൻ വരയ്ക്കുക. വലിയ ഡിസൈനൊന്നും അങ്ങനെ വരയ്ക്കാൻ പണ്ടിങ്ങനെ അരച്ചിട്ട് മൈലാഞ്ചി ഇടില്ലേ, ആ സമയത്ത് അപ്പം ചെയ്യണ ഒരു ഡിസൈനിൻ്റെ സൂത്രമാണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഡിസൈൻ വരച്ചിട്ട് അന്ന് പുള്ളിയും പൂവൊക്കെ അല്ലേ ഇടുക. അത് വരച്ചിട്ട് നമ്മൾ അരച്ച മൈലാഞ്ചി മൊത്തം കയ്യിൽ തേച്ച് കൊടുക്കുക. ഉണങ്ങി കഴിയുമ്പോൾ അതിങ്ങനെ പൊളിച്ച് കളയാൻ കിട്ടും. മുളഞ്ഞ് പൊളിച്ച് കളയുമ്പോൾ അതൊരു ഡിസൈൻ പോലെ ആവും. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ലായിരിക്കും. ചെയ്ത് നോക്കി നോക്ക് കേട്ടോ. നമുക്കിത് വെട്ടി കഷ്ണാക്കി എടുക്കാം. അപ്പോൾ ഇത് പകുതി ഞാൻ അങ്ങനെ വെട്ടിയെടുത്തിട്ടാം. പകുതി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് ഞാൻ വേറൊരു റെസിപ്പി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് മൂക്കാത്തതുകൊണ്ട് ഇതിൻ്റെ മൂക്കൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് മുഴുവൻ തൊലി ചെത്തിയെടുത്തിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മളിത് വെട്ടിയപ്പോൾ ഒന്നും ഒരേപോലത്തെ വലിപ്പമല്ലല്ലോ ആയത്. ഞാൻ അങ്ങനെ മുറിച്ചെടുത്തു. പിന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കരിഞ്ഞ് പോകരുത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ല പാകമാക്കിയിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചക്ക ഉണ്ടല്ലോ, അത് ഞാൻ കഴുകി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക്
ഈ മൂപ്പിച്ച പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ മണം വേറെ മണമായി മാറും. പിന്നെ അതിലേക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് വിസിലടിപ്പിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ അത് വിസിലടിച്ച് വരുമ്പോഴത്തേക്കും നല്ല വലിയ കഷ്ണങ്ങളല്ലേ ചക്ക, അപ്പോൾ വേവാനായിട്ട് ഇത്തിരി ടൈം പിടിക്കും. അപ്പോഴത്തേക്കും നമ്മൾ നാളികേരം ചിരകിയതും കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് വറക്കാം കേട്ടോ. പിന്നെ നാളികേരം വറക്കുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളത് വറുത്തെടുക്കണം. പിന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് മൂക്കണത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നല്ല ചുവക്കെ വറുത്തെടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. ഇത് അധികം മൂത്ത് പോകണ്ട, അധികം മൂത്താൽ കരിഞ്ഞ മണം വരും. പിന്നെ തീ ഓഫ് ചെയ്താലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് അത് കരിഞ്ഞു പോവും. പിന്നെ നമ്മളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുക ചൂടാറുമ്പോൾ. പിന്നെ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചക്കതേ വെന്ത് നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത കാരണം ഇത് അടിക്കുമ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നന്നായി അരഞ്ഞു വരും കേട്ടോ, അങ്ങനെ പൊടിഞ്ഞ് വരും. വെള്ളം ഒഴിച്ച് അരച്ചാൽ എന്താ വെച്ചാൽ ഈ നിറം കിട്ടില്ല കറിക്ക്. വെള്ളം ഒഴിച്ചിട്ട് നാളികേരം വറുത്തത് അരയ്ക്കുമ്പോൾ ഒരു വെള്ള നിറം വരുള്ളൂ. അപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവില്ല കറി. പിന്നെ നമുക്ക് ഇത് കറിക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അരയ്ക്കുമ്പോഴാണ് നിറം മാറുള്ളൂ. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറ് 2 വട്ടം കഴുകിയിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കറിക്ക് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അധികം നല്ല ചാറ് പോലെ ആവണ്ട കറി, ഒരു കുറുകിയ പരുവത്തിലാവുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കണ വരെ അടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെയാണ് ഇതിൻ്റെ മെയിൻ മണത്തിനുള്ള വറവിടലിൻ്റെ പരിപാടി. അതിന് ഉള്ളി, കുഞ്ഞുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിടണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണേ, എന്നാലാണ് നല്ല മണം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇത് മൂത്ത് വരുമ്പോൾ നല്ല മണമൊക്കെ വരില്ലേ മൂത്തിട്ട്, അപ്പോൾ നമ്മൾ ഈ കറി വെന്തത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ കറിയിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യണേ, കറി നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ടൊന്ന് ജസ്റ്റ് തിളയ്ക്കണ വരെ ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നല്ല അടിപൊളി മണമാണ് കേട്ടോ. നല്ല ചിക്കൻ കറിയുടെയൊക്കെ മണം പോലെ ഉണ്ട്. നല്ലൊരു അടിപൊളി മസാല കറിയാണിത്. അപ്പോൾ എന്തായാലും ചക്ക സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.